യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് കണ്ടാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ടോയ് ബോക്സിൽ നിന്ന് കട്ട് ചെയ്തത് കൊണ്ടാണ് ആ ഒരു മാർക്കൊക്കെ അതിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഈ ഒരു ഷീറ്റ് 2 കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം, ദേ ഇതുപോലെ. അതിനുശേഷം ഇതുപോലൊരു വൈറ്റ് പേപ്പറിൽ നമുക്ക് കുഞ്ഞു ഫ്ലവറും ലീഫും ഒക്കെ കളർ ചെയ്തെടുക്കണം. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഷീറ്റ് ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരിക്കണം. അതായത് വലുതിൻ്റെ അടിയിൽ ചെറുത് വെക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റണം, ശരിക്കും കാണാൻ വേണ്ടി കഴിയണം, ചെറുതാണ് എന്നുള്ളത് മനസ്സിലാവണം. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് ആ ചെറുതിൽ നമ്മുടെ പേരും ക്ലാസ്സും എഴുതി കൊടുക്കാം. അപ്പോൾ എഴുതി കൊടുക്കുമ്പോൾ നമ്മുടെ മാർക്കർ യൂസ് ചെയ്തിട്ട് തന്നെ എഴുതി കൊടുക്കണം. സ്കൂളിൽ നിന്ന് നമ്മളോട് പറയാറില്ലേ നമ്മുടെ തിങ്സൊക്കെ നമ്മൾ ലാബിൽ ചെയ്ത് കൊണ്ടുവരണമെന്ന്? അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്ലവറൊക്കെ ഗമ്മ് തേച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ബാഗും പൗച്ചും ഒക്കെ ഇങ്ങനെ ലാബിൽ ചെയ്യുമ്പം ആ ഒരു ലാബിനകത്ത് വെള്ളം വീണാലും ചീത്തയായി പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടാപ്പ് എടുക്കുക, അതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഗ്ലൂ വരുന്ന ഭാഗത്ത് നമ്മുടെ ആ ഒരു ആ സ്മോൾ നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു സംഭവം ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വലുത് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ രണ്ടും അവിടെ നല്ല രീതിയിൽ തന്നെ ഫിക്സ് ആയിക്കോളും. ഇനി നമ്മൾ 2 സൈഡും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വിട്ടിട്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ആ ഭാഗം കൂടെ ഉള്ളോട്ടൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ സെക്യൂർ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലാബിൽ ചെയ്യാനുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബാഗിൻ്റെ അകത്ത് നമ്മുടെ അതേ സെയിം ടാപ്പ് വെച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊരു കീ ചെയിനായിട്ട് തൂക്കിയിടാം. ബാഗിലോ പൗച്ചിലോ ഇനി വേണമെങ്കിൽ കുടയിൽ കൂടെ നമുക്കിങ്ങനെ കീ ചെയിനായിട്ട് തൂക്കിയിടാം കേട്ടോ. അപ്പം കീ ചെയിനായിട്ട് തൂക്കിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു കോമ്പസ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് കീ ചെയിൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാഗിലും പൗച്ചിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാം. അങ്ങനെ നമ്മുടെ ലാബിൽ ചെയ്യാനുള്ള കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ഏതായാലും ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് ഇത് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുതായിട്ട് പേരെഴുതാം, അല്ലെങ്കിൽ ചെറുതായിട്ട് എഴുതാം, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാം. അപ്പം ഇതൊരു സാമ്പിൾ മാത്രമാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.